പ്രാചീന കാലത്ത് സാമൂഹിക ജീവിതത്തിന്റെ പ്രതിഫലനങ്ങളായിരുന്ന നാടൻ കലാ ആചാര അനുഷ്ഠാനമാണ് തെയ്യം. കാവുകളിലും തറവാട് വീടുകളിലുമാണ് ദൈവങ്ങളായി അവതരിക്കുന്ന തെയ്യക്കോലങ്ങൾ കെട്ടിയാടാറുള്ളത്. മൺമറഞ്ഞു പോയ ദേവതകളുടെയും വീരന്മാരുടെയും കോലങ്ങളാണ് തെയ്യമായി അവതരിക്കുന്നത്. തെയ്യക്കോലങ്ങൾ കെട്ടിയാടാറുള്ള കാവുകളുടെ അടുത്തായി മറപ്പുര കാണാം. അവിടെ നിന്നാണ് തെയ്യക്കോലങ്ങൾ കെട്ടുന്നത്. ഈ കാണുന്നത് കോലധാരിയുടെ മുഖത്ത് ചായം പൂശുന്നതാണ്. മുഖത്തെഴുത്ത് പൂർണ്ണമായി കഴിഞ്ഞാലാണ് ദൈവിക രൂപം പൂർണ്ണമാവുകയുള്ളൂ. തെയ്യങ്ങളുടെ ഏറ്റവും പ്രാധാന്യമുള്ള ചടങ്ങ് മുഖത്തെഴുത്താണ്. ധനുമാസത്തിൽ തുടങ്ങി മേടമാസം വരെയുള്ള കാലയളവാണ് തിറയുടെ കാലം. ഏകദേശം 500-ലധികം തെയ്യങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ 120ഓളം തെയ്യങ്ങൾ മാത്രമാണ് കെട്ടിയാടാറുള്ളത്. തിറയാട്ടത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യം ഭഗവതി തെയ്യത്തിനാണ്. ദാരികവധമാണ് ഈ തിറയുടെ ഇതിവൃത്തം. പ്രധാനമായും 3 രൂപങ്ങളാണ് തെയ്യത്തിൽ പ്രതിനിധീകരിക്കുന്നത്. ഉച്ചയ്ക്ക് നടക്കുന്ന തിറ വെള്ളാട്ടമെന്നും, രാത്രി ചൂട്ടുവിളച്ചത്തിന്റെ കീഴിൽ നടക്കുന്നത് തിറയെന്നും, എന്നാൽ പുലർച്ചയ്ക്ക് ചാന്താട്ടം എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. കോലം കെട്ടിയാടുന്ന ദേവതകളുടെ കൗമാര യൗവന വാർദ്ധക്യമാണ് ഈ 3 രൂപങ്ങൾ. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം. തെയ്യത്തിന്റെ നർത്തനം തെയ്യാട്ടമെന്നും തെയ്യത്തിന്റെ വേഷം തെയ്യക്കോലം എന്നും അറിയപ്പെടുന്നുണ്ട്. ദേവതകളുടെ പൂർണ്ണ രൂപമാണിത്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചാണ് വേഷവിധാനങ്ങൾ ഒരുക്കാറുള്ളത്. പ്രധാനമായും അമ്മ ദൈവങ്ങളാണ് തെയ്യങ്ങൾ. ഓരോ സമുദായത്തിനും നിശ്ചിത തെയ്യക്കോലങ്ങൾ കെട്ടിയാടാനുള്ള അവകാശങ്ങളുണ്ട്. തിരുവണ്ണൻ സമുദായത്തിനാണ് തെയ്യക്കോലം കെട്ടുവാനുള്ള അവകാശം. എന്നാൽ മറ്റു സമുദായങ്ങളുള്ളവരും തെയ്യക്കോലം ഇപ്പോൾ കെട്ടിവരാറുണ്ട്. തിരുവണ്ണ സമുദായത്തിന് തെയ്യക്കോലം കെട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട്. അത് മുത്തപ്പനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരു ദിവസം കുളത്തിൽ ചൂണ്ടയിടാൻ പോയ തിരുവണ്ണൻ മുത്തപ്പനെയും മുത്തപ്പന്റെ അസ്ത്രത്തെയും യാദൃശ്യമായി കാണാനിടയായി. തന്നെയും തന്റെ അസ്ത്രത്തെയും ആദ്യമായി കണ്ട തിരുവണ്ണൻ ആയതുകൊണ്ട് തന്റെ കോലം കെട്ടിയിടാനുള്ള അവകാശം മുത്തപ്പൻ തിരുവണ്ണന് കൊടുത്തു എന്നാണ് ആ ഒരു കഥ പറയുന്നത്. അങ്ങനെയാണ് തിരുവണ്ണ സമുദായക്കാർക്ക് ഈ കോലം കെട്ടുള്ള അവകാശം കിട്ടുന്നത്. പാനർ, കുളങ്ങാടി, മുന്നാറ്റൻ എന്നീ സമുദായക്കാർ ഇപ്പൊ തെയ്യക്കോലം കെട്ടിയാടാറുണ്ട്. തിറയാടുന്നവരെ ദൈവിക പരിവേഷത്തോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വിഷമങ്ങൾ, കോലങ്ങൾ കേൾക്കുകയും
അതിനുവേണ്ട പ്രതിവിധി പറഞ്ഞുകൊടുത്ത് അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. വർഷങ്ങൾ നീളുന്ന കഠിനമായ പരിശീലനത്തോടെ മാത്രമേ ഒരാൾക്ക് നല്ല തെയ്യക്കാരനാവാൻ കഴിയുള്ളൂ. ഗുളികൻ, ദാരികൻ, കുട്ടിച്ചാത്തൻ, ഭദ്രകാളി, ഭുവനേശ്വരി, കരിങ്കാളി, നാഗകാളി, വീരഭദ്രൻ തുടങ്ങിയ ദേവതകളാണ് തിറയ്ക്ക് കോലമായി വരാറുള്ളത്. ചില സ്ഥലങ്ങളിൽ തെയ്യമെന്നും എന്നാൽ ചില സ്ഥലങ്ങളിൽ തിറയെന്നും അറിയപ്പെടാറുണ്ട്. തെയ്യങ്ങളെ ദൈവങ്ങളായിട്ട് സങ്കല്പിച്ചു പോരുന്നുണ്ട്. തിറ എന്നാൽ ദൈവത്തിന്റെ രൂപം കെട്ടിയ രൂപങ്ങളാണ്. ഈശ്വര ചൈതന്യം ഇവരിലേക്ക് പ്രവേശിക്കുമ്പോൾ തെയ്യമാണെങ്കിലും തിറയാണെങ്കിലും ഇവർ ഉറഞ്ഞു തുള്ളുകയും അരുളപ്പാടുണ്ടാക്കുകയും ചെയ്യും.